ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞങ്ങൾ സുധയാൻ്റിയുടെ വീട്ടിൽ വരെ പോവുകയാണ്. ഇവിടുത്തെ അമ്മയുടെ ചേച്ചിയുടെ മോളാണ് സുധയാൻ്റി. അപ്പം ആൻറ്റി കുറച്ച് മാങ്ങ നമുക്ക് തരാമെന്ന് പറഞ്ഞു. പൈസ ഇല്ലാതെ നമ്മൾ എങ്ങനെ മാങ്ങ മേടിക്കാം, അതാണ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ. സഞ്ചിയൊക്കെ എടുത്തിട്ടുണ്ട് മാങ്ങയൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്നെ കാത്ത് രണ്ടുപേർ ഇതുകൊണ്ട് ബാക്കിൽ നിൽപ്പുണ്ട്, ഇന്നെങ്കിലും ഒന്ന് വരുമോ എന്ന് വെച്ചിട്ട്. അപ്പം നമ്മൾ സഞ്ചിയായിട്ടൊക്കെ പോവുകയാണ്. വേറെ സാധനങ്ങളും തരുമോയെന്ന് അറിയത്തില്ല. ഏതിൽ കുറേ 2-3 സഞ്ചിയൊക്കെ എടുത്തിട്ടുണ്ട്. ഈ സഞ്ചി ആൻറ്റിയുടെ സഞ്ചിയാട്ടോ, ഈ വെള്ളം. അപ്പം നമുക്ക് കൊണ്ടു കൊടുത്തിട്ട് നമുക്ക് എന്ത് വേണോ കിട്ടുന്നത് അതൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പം അമ്മ വരുന്നില്ല, ഞാനും സെബിനാച്ചനും കുഞ്ഞും കൂടിയിട്ടാണ് പോണേ. കാറിലാണ് പോണേ. കാർ ഒട്ടിക്കുന്ന വേറെ ആരുമല്ല, നമ്മളാണ് കിസ്. പോയാലോ? ഓക്കെ, രണ്ടും റെഡിയാണ്, പോവാം. ചെവി എടുത്തിട്ട് ഇതാ ഊളയുടെ വണ്ടി ഓടിക്കുന്നു. ഹലോ ഗൈസ്, ഇങ്ങനെയാണ് ഊളകൾ വണ്ടി ഓടിക്കുന്നത്. അപ്പി പിടിച്ചിരിക്കും. ഞാൻ എവിടെയെങ്കിലും കൊണ്ടിരിക്കാൻ പറഞ്ഞേക്കുവാ. ഇവരൊക്കെ എക്സ്പേർട്ട് ഡ്രൈവേഴ്സ്. നേരെ സൈഡിൽ വന്നിട്ട് വീഡിയോ എടുത്ത് ഞാൻ പേരേത്ത് വരെ ഇതേപോലെ വണ്ടി ഓടിച്ച്, പിന്നെ മെയിൻ റോട്ടിലോട്ട് ഞാൻ ഇറക്കിയില്ല, റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചു. മെയിൻ റോട്ടിൽ നിന്ന് ഏകദേശം ഒരു 300-400 മീറ്ററേ ഉള്ളൂ ആൻറ്റിയുടെ വീട്ടിലെത്താൻ വേണ്ടിയിട്ട്. ഒരു എഡ വഴി കൂടെയാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ റിസ്ക് എടുക്കാൻ തയ്യാറല്ലെന്ന് പറഞ്ഞത് കേട്ടോ. ആൻറ്റി വന്നതുകൊണ്ട് ഗേറ്റ് തുറക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല. പിന്നെ ഞാനാണെങ്കിൽ നമ്മുടെ മറ്റേ സഞ്ചി ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ എടുത്ത് ഇങ്ങനെ പൊക്കോണ്ടിരുന്നപ്പോൾ ആൻറ്റിയുടെ ചെടിയൊക്കെ കണ്ടു. മുമ്പ് ഒരു പ്രാവശ്യം ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇതേപോലെ തന്നെയായിരുന്നു ചെടിയൊക്കെ നിന്നതും. അപ്പം അകത്തും ഇതേപോലെ ഒരുപാട് ചെടികൾ വെച്ചിട്ടുണ്ട് ചെടിച്ചട്ടിയിൽ. അപ്പോൾ ഈ മാവിലെ മാങ്ങയാണ് നമുക്ക് തരാമെന്ന് പറഞ്ഞു. 2-3 മാവുണ്ട് കേട്ടോ ഫ്രണ്ടിൽ. എന്നിട്ടും പിച്ചിന്നാണ് ആൻറ്റി പറഞ്ഞതെങ്കിലും പിന്നെയും മാങ്ങ ഒത്തിരി നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ നല്ല പഴുത്ത മാങ്ങയൊക്കെ നോക്കിയിട്ട് ആൻറ്റി ഞങ്ങൾക്ക് ഇതേപോലെ ചെത്തി പീസാക്കി വെച്ചിരുന്നു. അപ്പോൾ ഞങ്ങളെ കണ്ട പാടെ ഞങ്ങൾക്ക് തന്നു. അപ്പോൾ അതൊക്കെ തിന്ന് കുഞ്ഞുവിന് ജ്യൂസാണ് ആൻറ്റി കൊടുത്തത്. അവൾക്ക് ഈ മാങ്ങയോടൊന്നും അത്ര താല്പര്യമില്ല. ജ്യൂസ് അടിച്ചു കൊടുക്കുക, നമ്മൾ പിന്നെയും കുടിക്കും. ആൻറ്റിയുടെ വീട്ടിൽ ശരിക്കും കോഴികളുണ്ട് കേട്ടോ. അപ്പം ആൻറ്റി ഇങ്ങനെ കോഴിയെ മുട്ടയിട്ട് ഇങ്ങനെ വിരിയിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെയാണ് കണ്ടത്. അപ്പോൾ ഞാൻ കുറേ നാളായി കുഞ്ഞു കോഴികളെ കണ്ടിട്ട്, പണ്ടാണ്ട് കണ്ടതാണ്. അപ്പം അത് കണ്ടപ്പോൾ ഒരു സന്തോഷമുണ്ടായി. പിന്നെ നമ്മളെ വള്ളം ഉണ്ടല്ലോ, വള്ളം ഇരിക്കുന്നുണ്ട് അവിടെ. അതൊരു വെറൈറ്റി ഒരു വ്യൂ ആയിരുന്നു കേട്ടോ. 1:30 വന്ന ഞങ്ങൾ 3 മണി ആവാൻ നേരമാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അതുവരെയൊക്കെ ഞങ്ങൾ കാര്യമൊക്കെ പറഞ്ഞ്, പിന്നെന്താ ജ്യൂസും മാങ്ങയും പഴുത്ത മാങ്ങയൊക്കെ കഴിച്ച് അവിടെ അങ്ങ് കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്ന്. അതിന് ശേഷമാണ് നമ്മൾ അങ്ങനെ കിട്ടേണ്ടതെല്ലാം മേടിച്ച് കൂട്ടി ഞങ്ങൾ ഇപ്പം തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് ഗൈസ്. കൊണ്ടുവന്ന സാധനങ്ങൾ കണ്ടപ്പം അമ്മയുടെ കണ്ണങ്ങ് തിളങ്ങി. അങ്ങനെ അമ്മ ഒന്നും നോക്കിയില്ല, അതവിടെ ഇരുന്ന് കഴിക്കുകയായിരുന്നു. അപ്പോൾ സെബിനാച്ചനാണ് ഞങ്ങൾക്ക് ചെത്തിപ്പൂളി തരുന്നത്. എനിക്ക് കണ്ടിച്ച് എൻ്റെ കൈ തരുമോയെന്ന് ഞാൻ തിന്നു. മാത്രമല്ല തരുന്നത്, ഞങ്ങളും തിന്നുവാണ്. ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഇതിങ്ങനെ. ഈ മാങ്ങയുടെ ഒരു സ്പെഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കഴിച്ചാൽ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക, അത്രയ്ക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം അതിൻ്റെ നീരൊക്കെ ഇങ്ങനെ ഒഴുകുമായിരുന്നു. ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് കമാന്നും പറഞ്ഞ് അങ്ങ് തിന്നാൻ തുടങ്ങി. തിന്നിട്ട് ബാക്കി പരിപാടിയുള്ളൂ. അപ്പയാണെങ്കിൽ കടയിലല്ല, അപ്പോൾ പപ്പ വന്നിട്ട് അപ്പയ്ക്ക് പീസാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് പിന്നെ ഇങ്ങനെ കണ്ടിക്കുന്ന ഇഷ്ടമൊന്നും അല്ല കേട്ടോ. അമ്മയാണെങ്കിലും അല്ലെങ്കിൽ സെബിനാച്ചനുണ്ടെങ്കിലാണെങ്കിൽ ഇവർ രണ്ടുപേരും ആയിരിക്കും ഇങ്ങനെ വെട്ടി പീസാക്കിക്കൊണ്ട് എൻ്റെ കൈ തരുവാണെങ്കിൽ ഞാൻ കഴിക്കും, അല്ലെങ്കിലും കഴിക്കാമെന്ന് അങ്ങനെ തോന്നത്തില്ല. പക്ഷെ ഇതൊരു സംഭവം കേട്ടോ.
പഴുത്ത മാങ്ങ കണ്ട സന്തോഷത്തിൽ അവിടെ ഇരുന്നങ്ങ് തിന്ന്. പിന്നെയാണ് കൊണ്ടുവന്ന സാധനങ്ങളുടെ വീഡിയോ എടുത്തില്ല എന്ന് ഓർമ്മ വന്നത്. അപ്പം പഴുത്ത മാങ്ങ കുറേ ഉണ്ടായിരുന്നു, അത് ബക്കറ്റിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 4-5 മാങ്ങ, വിളഞ്ഞ മാങ്ങ ഉണ്ടായിരുന്നു, അത് ഉപ്പിലിടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രീസറിൽ ഇരിക്കുന്നത് ചക്കയാണ്. അതിൻ്റെ കുറച്ച് ചക്ക ഇതേപോലെ തൊലിച്ച് സെറ്റാക്കി തന്നായിരുന്നു. അപ്പോൾ അത് ഫ്രീസറിൽ വെച്ച് നാളെ വേവിക്കാമെന്ന് വെച്ചിട്ട്. പിന്നെ കറിക്കായ ഉണ്ടല്ലോ, അപ്പോൾ അതും തന്നിട്ടുണ്ടായിരുന്നു. അത് ആൻറ്റിയുടെ മാങ്ങയാണെങ്കിൽ ഒരു രക്ഷയില്ല ഗൈസ്. കുറേ ഞങ്ങൾ തിന്ന് മാങ്ങയോടുള്ള ആ ഒരു ഭ്രമം മാറി ഇല്ല ഗൈസ്. നല്ല ടേസ്റ്റായിരുന്നു. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റായിരുന്നു. ഇനി കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഒരു രാത്രിയൊക്കെ ആകുമ്പം ഒരു എന്താ പറയുക, നല്ല ജ്യൂസ്, മാംഗോയുടെ ഒരു നല്ല സൂപ്പർ ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാൻ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ശിവനാച്ച നല്ലതായിട്ട് ജ്യൂസ് ഉണ്ടാക്കും. പച്ച വരുമ്പം ഇതേപോലെ നമുക്ക് നല്ല തണുത്ത നല്ല ജ്യൂസ് ഉണ്ടാക്കാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൻ നിൽക്കുക നോട്ടിഫിക്കേഷൻ വരുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.